ഞാൻ എപ്പോഴും പറയാറുണ്ട് AMH വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്. അതിൻ്റെ ഇമ്പോർട്ടൻസിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇന്ന് നമ്മൾ പിക്ക് ചെയ്ത ഒരു 5 IVFൻ്റെ കാര്യങ്ങളാണ്. നിങ്ങൾ ഇതിൻ്റെ അകത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരാളുടെ AMH എത്രയാണ്? 1.2 ഉണ്ട്, 1.1 ഉണ്ട്, അല്ലേ? അപ്പോൾ എല്ലാം കുറഞ്ഞ ആദ്യത്തെ 4 പേരുടെ AMH കുറവാണ്. അതുകൊണ്ട് തന്നെ അവരുടെ അണ്ടങ്ങൾ ചിലപ്പോൾ 2 ഉണ്ട്, 7 ഉണ്ട്, 6 ഉണ്ട്, 12 ഉണ്ട്. ഇത് ഫോളിക്കിളിൻ്റെ നമ്പറാണ്. ഇതിൽ നിന്ന് കിട്ടിയേക്കുന്ന അണ്ടങ്ങളുടെ എണ്ണവും കുറവ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കൊന്ന് 12 ഉള്ള ഒരാൾക്ക് നമുക്ക് 8 എഗ്ഗ് എന്തോ ആണ് കിട്ടിയത്. 2 ഫോളിക്കിളുള്ള ഒരാൾക്ക് 1 എഗ്ഗ് കിട്ടി. 7 ഫോളിക്കിളുള്ള ആൾക്ക് 2 എഗ്ഗ് കിട്ടി. അപ്പം വളരെ കുറച്ചാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാക്സിമം ഒരു എംബ്രിയോ ആയിരിക്കും ഉണ്ടാകുന്നത്. അത് വെച്ച് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ സക്സസ് റേറ്റും കുറവായിരിക്കും. പക്ഷേ ഈ അവസാനം കൊടുത്തിരിക്കുന്ന ആളുടെ കണ്ടോ 23ഓളം എഗ്സ് ഉണ്ട്. അയാളുടെ AMH 3 ചില്ലുവാനുമാണ്. നോർമൽ AMH നമുക്ക് ഇത്രയും ഫോളിക്കിൾ ഉണ്ടാവുകയും എനിക്ക് ഏകദേശം 16 17 എഗ്ഗ് കിട്ടി. അപ്പോൾ അതിൽ നിന്ന് നല്ല ഒരു എംബ്രിയോ ഉണ്ടാവാനുള്ള സാധ്യത, അല്ലെങ്കിൽ 4 5 എംബ്രിയോ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം നമുക്ക് ആദ്യം ഒരു 2 ട്രാൻസ്ഫർ ചെയ്ത് നെഗറ്റീവ് ആവുകയാണെങ്കിലും പിന്നീട് നമുക്ക് സക്സസ് ആവാനുള്ള സാധ്യത നമുക്ക് AMH കൂടുന്നതനുസരിച്ച് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ IVFൽ എത്തിപ്പെടാൻ സാധ്യത ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ അധികം ലേറ്റ് ആക്കാതിരിക്കുക.